ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ മൂൺ ലാമ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ബലൂണൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ വീഡിയോയും കൂടിയാണിത്. അതുകൊണ്ട് അതിൻ്റേതായ തകരാറുകളും ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ നമ്മുടെ ബലൂണൊക്കെ അവിടെ വീർപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്ക് നമ്മുടെ ഫെവിക്കോൾ ഒഴിച്ച് കൊടുക്കണം. ഫെവിക്കോൾ അധികമൊന്നും വേണമെന്നില്ല, കുറച്ചൊക്കെ മതി. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. സത്യം പറയാലോ, ഇതിൻ്റെ മൂടി തുറക്കാൻ പറ്റാനാണ് കുറച്ച് നേരം വയ്ക്കിയത്. നമുക്കിനി അത് മെല്ലെ ഒഴിച്ച് കൊടുക്കാം. ഞെക്കി പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അതിലേക്കത് ഒഴിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പശ നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പശ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത്രയാണ് ഞാൻ പശ എടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളം ഒഴിക്കാൻ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫെവിക്കോളിൻ്റെ ആ കട്ടൊക്കെ ഉടച്ചിട്ട് വേണം നന്നായി മിക്സ് ചെയ്യാൻ. പിന്നെ നമ്മുടെ സാധനം എന്താ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വെള്ള കളർ വെള്ളമായിട്ട് കിട്ടണം. ഇത്ര വെള്ളമൊന്നുമല്ല, നല്ല ലൈറ്റ് വെള്ളം. ഇനി നമുക്ക് ടിഷ്യൂ എടുക്കാം, അതുപോലെ തന്നെ ബലൂൺ എടുക്കാം. ഫസ്റ്റ് ഞാൻ മണ്ടത്തര ചെയ്തിട്ടോ, ആ ബലൂണിൻ്റെ പുറത്ത് ഞാൻ ആ പശ ഒഴിച്ചു കൊടുത്തു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. ടിഷ്യൂ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് പശ ഒഴിക്കുകയാണ് വേണ്ടത്. എനിക്ക് തെറ്റുപറ്റി. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഇത് അങ്ങനെ ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഇത് ചെയ്യാൻ. കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഈ ടിഷ്യൂ പേപ്പർ മൊത്തം കവർ ചെയ്തത് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. അപ്പോൾ പിന്നെ കഷ്ടപ്പെട്ടതിനൊന്നും കുഴപ്പമില്ല എന്നായി കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഇതൊന്ന് ഫുള്ളാക്കി എടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് രണ്ട് കോട്ടും കൂടി അടിക്കണം, നല്ലതാണ്. 2 കോട്ടും കൂടി ടിഷ്യൂ പേപ്പർ അടിക്കുന്നത് നല്ലതാണ്. ഞാൻ പക്ഷേ അധിക സ്ഥലത്തൊന്നും ഞാൻ 2 കോട്ട് അടിച്ചിട്ടില്ല. അതുപോലെ ഇങ്ങനെ ബലൂണിന് കാണുന്ന വിധത്തിലുള്ള ഭാഗത്തൊക്കെ ഞാൻ 2 കോട്ടായിട്ട് തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്പീഡപ്പാക്കിയിട്ടായിരുന്നു ഇത്ര എടുത്തത് കേട്ടോ. ഇത് ചെയ്തതിന് ശേഷമായിരുന്നു ഞാൻ പിന്നെ അലച്ചത്. 1 കോട്ട് അടിച്ചപ്പോൾ തന്നെ ഇത്രയും സമയം എടുത്തു. ഇനി രണ്ടാമത്തെ കോട്ടും കൂടി ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ ഇച്ചിരി കൂടി സമയം എടുക്കുമെന്നായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മളതൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ മൊത്തം അങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് സെറ്റായതിന് ശേഷം ഇനി ഉണങ്ങാൻ വെക്കണം. ഉണങ്ങുമ്പോൾ നമ്മൾ കാറ്റുള്ള ഒരു സ്ഥലത്തൊക്കെ വേണം ഉണക്കാൻ വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത് സക്സസ് ആവോ ഇല്ലേ എന്ന് കേട്ടോ. പക്ഷേ സക്സസ് ആവും ഗൈസ്. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കാം. അങ്ങനെ ഗൈസ്, ഇത് നല്ല അടിപൊളിയായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലത്തെ ആ ബലൂണ് സൂചി കൊണ്ട് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കുമ്പോൾ ഉണ്ടായിരുന്ന ശബ്ദം അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കീറുമെന്ന് പേടിയുണ്ടായിരുന്നു, പക്ഷെ കീറുമൊന്നും ചെയ്തില്ല. ഭാഗ്യത്തിന് കിട്ടി. സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ. ഇനി നമുക്ക് ഇതിനുള്ളിൽ വെക്കാനുള്ള ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലൈറ്റ്. അതിന് 3 മൂഡുണ്ട്. ഇങ്ങനത്തെ 3 മൂഡ്സാണുള്ളത്. ഇനി നമുക്ക് ഈ ലൈറ്റ് അതിൽ വെച്ച് കൊടുക്കാം. സ്റ്റാൻഡിനകത്ത് തന്നെ ഞാനൊരു ഡബ്ബയാണ് എടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ലൈറ്റ് വെച്ചു. പിന്നെ നമുക്ക് നമ്മുടെ ലാമ്പ് അതിൻ്റെ മുകളിലായിട്ട് വെക്കാം. ലാമ്പല്ല, നമ്മൾ ഉണ്ടാക്കിയ 3 അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇത് കാണാൻ. റൂം മൊത്തം വിളിച്ചായിരുന്നു. പക്ഷെ ക്യാമറയിൽ അതങ്ങനെ കാണുന്നില്ല. അത് ക്യാമറയിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറേ നേരം അത് തന്നെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ നമ്മളതിൻ്റെ അടുത്ത് നിന്ന് ജേണലൊക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ട് രസിച്ചിട്ട് വരാം. പിന്നെ മറ്റേ മൂടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മിന്നണം. അതിട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ വീഡിയോയിൽ എന്താണെന്നല്ല, അത്ര രസം കാണുന്നില്ല. അങ്ങനെ ഗായ്സ്, പിന്നെ ഞാൻ എൻ്റെ ഡെസ്കിൽ വെച്ച കുറച്ച് ഫോട്ടോസാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.